പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസിൻ്റെ വെടിയേറ്റ വിക്രമിനെ വേദ ആരും അറിയാതെ തൻ്റെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. വിക്രമിൻ്റെ കാലിലെ ബുള്ളറ്റ് എടുക്കുന്നതിന് വേണ്ടി വേദ തൻ്റെ ഫ്രണ്ട് ഡോക്ടർ ശ്വേതയെ വിളിച്ച് പറയുന്നുണ്ട്. ശ്വേത പറഞ്ഞത് പ്രകാരം വേദ രാത്രി തന്നെ വിക്രമിന് ആവശ്യമായ മെഡിസിൻസ് എല്ലാം വീട്ടിലെത്തിക്കുന്നുണ്ട്. വളരെ ടെൻഷനോട് കൂടിയാണ് വേദ ഇതെല്ലാം ചെയ്യുന്നത്. വീട്ടിലെത്തിയ ഉടനെ തന്നെ വേദ ഡോക്ടർ ശ്വേതയ്ക്ക് വിളിക്കുന്നുണ്ട്. ശ്വേത, ഞാൻ നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. നീ ഇവിടെ എത്താനായോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്വേത പറയുന്നുണ്ട്, സോറി വേദ, എനിക്കവിടെ എത്താനാവില്ല. എനിക്കൊരു അർജൻറ്റ് സർജറി ഉണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ എത്തിയേ തീരൂ. ഞാൻ പറയുന്നത് പോലെ ചെയ്യേ. നീ പേടിക്കേണ്ട. ഞാൻ വീഡിയോ കോൾ ചെയ്യാം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്യണം. അതുപോലെ നീയാണ് അവൻ്റെ കാലിലെ ബുള്ളറ്റ് എടുക്കേണ്ടത് എന്ന് പറയുന്നു. ഇത് കേട്ട് വേദ, എന്താ ശ്വേത നീ പറയുന്നത്? ഞാൻ എങ്ങനെ ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട്. ശ്വേത പറയുന്നുണ്ട്, നീ മെഡിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ വേദ, നീ എന്താ ഇങ്ങനെ പേടിക്കുന്നത്? നിൻ്റെ ഫ്രണ്ടല്ലേ അത്? നീ പറഞ്ഞത് നിൻ്റെ ഫ്രണ്ടാണ് അവിടെ കിടക്കുന്നതെന്നല്ലേ? അപ്പോൾ നിൻ്റെ ഫ്രണ്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഇന്ന് നീയാണ്. നീ പേടിക്കണ്ട. ഞാൻ പറയുന്നത് അതുപോലെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് ശ്വേത. അങ്ങനെ വേദ ഗ്ലൗസ് എല്ലാം ധരിച്ച് ശ്വേത പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വീഡിയോ കോൾ കൊണ്ട് ശ്വേത പറയുന്നുണ്ട്, വേദ ആദ്യം ലോക്കൽ അനസ്തേഷ്യ കൊടുക്കൂ, എന്നിട്ട് പെട്ടെന്ന് തന്നെ ബുള്ളറ്റ് എടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യണം നീ. ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്വേത പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വേദ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദ ബുള്ളറ്റ് എടുത്ത് വിക്രമിൻ്റെ കാലിൽ സ്റ്റിച്ച് ഇടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്വേത പറയുന്നുണ്ട്, വിക്രമിൻ്റെ പൾസ് ലോ ആണ്. നീ വിക്രമിനെ ഉറങ്ങാൻ സമ്മതിക്കരുത്. വിക്രമിൻ ബോധം കെട്ട് കിടക്കുകയാണോ അതോ ബോധത്തിലാണോ എന്നുള്ളത് നിനക്ക് അറിയാൻ പറ്റത്തില്ല. വിക്രം ഉറങ്ങുകയാണോ എന്നുള്ളത് നിനക്ക് അറിയാൻ പറ്റത്തില്ല. അതിനുള്ള സംവിധാനങ്ങളൊന്നും വീട്ടിലില്ലല്ലോ. ഹോസ്പിറ്റലിലാണെങ്കിൽ ഇതിനെല്ലാമുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് നീ ഇന്ന് രാത്രി അവനെ ഉറങ്ങാതെ നോക്കണം. ഉറങ്ങാൻ സമ്മതിക്കരുതെന്ന് പറയുന്നു. വേദ പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ശ്വേത നീ എന്താണ് ഈ പറയുന്നത്? ഇത്രയും ബ്ലഡ് ലോസ് ആയിട്ടുള്ള ഒരാളാണ്. ആൾക്ക് ക്ഷീണമുണ്ടാവും. ആൾ ഉറങ്ങത്തില്ലേ? ഞാൻ എങ്ങനെ ശ്രമിച്ചാലും നടക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശ്വേത പറയുന്നുണ്ട്, തറപ്പിച്ച് പറയുന്നുണ്ട്, വേദ ഒരു കാരണവശാലും അയാളെ ഉറങ്ങാൻ സമ്മതിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വേദ വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട്. വിക്രം ഇടയിൽ എങ്ങനെ അബോധാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ കവിളത്ത് തട്ടിക്കൊണ്ട് വേദ വിളിക്കുന്നുണ്ട്, വിക്രം പ്ലീസ് വിക്രം, ഉറങ്ങരുത്. നീ എന്നെ തന്നെ നോക്കിക്കിടക്ക്. എൻ്റെ കണ്ണിലേക്ക് നോക്ക് വിക്രം. നീ ഉറങ്ങാൻ പാടില്ല. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഉറങ്ങരുത് വിക്രം, പ്ലീസ്. എൻ്റെ മുഖത്തേക്ക് നോക്കിയെന്നിങ്ങനെ തെരുതെരെ പറയുന്നുണ്ട് വേദ. ഇങ്ങനെ ബോധം വരുന്ന സമയത്തെല്ലാം വിക്രം വേദയുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പതിയെ വീണ്ടും വിക്രമിൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നത് കാണുമ്പോൾ വേദ വീണ്ടും വിളിക്കും, വിക്രം പ്ലീസ് വിക്രം എഴുന്നേൽക്ക്. ഇങ്ങനെ ഉറങ്ങാൻ പാടില്ല വിക്രം. നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ പറഞ്ഞാലും വിക്രം ഇടയിൽ ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോവും. പിന്നീട് വേഗം ജ്യൂസൊക്കെ കൊണ്ടുവരുന്നുണ്ട് വേദ. ഇടയിൽ ജ്യൂസ് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം വേദ പറയുന്നുണ്ട്, വിക്രം ഞാനൊരു പാട്ട് പാടട്ടെ, നിനക്ക് ഇഷ്ടമുള്ള പാട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ പല പാട്ടുകളായിട്ട് വിക്രം ഇങ്ങനെ പാടി കേൾപ്പിക്കുന്നുണ്ട്. ഇത് പാടുന്ന സമയത്ത് വിക്രം ഉറങ്ങാതിരിക്കുന്നുണ്ട്. പാട്ട് നിർത്തിയാൽ ഉടനെ തന്നെ വിക്രം മയക്കത്തിലേക്ക് പോകും. അങ്ങനെ വീണ്ടും വേദ പാട്ട് പാടും. അങ്ങനെ ഓരോ പാട്ടുകളായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് വേദ. അങ്ങനെ നേരം വെളുക്കോലം വിക്രമിന് ജ്യൂസ് കൊടുത്തും പാട്ട് പാടിയും അങ്ങനെ ഇരുന്ന് ഉറങ്ങാതെ വേദയും വിക്രമും നേരം വെളുക്കോളം ഇരിക്കുന്നുണ്ട്. ഇടയിൽ വിക്രം ഉറക്കം വരുന്ന സമയത്ത് വേദ ഓടിപ്പോയി വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ കണ്ണ് തുറച്ചിങ്ങനെ വേദയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. വിക്രമിനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം നീ തെറ്റിദ്ധരിക്കരുത്. നിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി, നിൻ്റെ ബോധത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. നീ ദേഷ്യത്തോടെയാണെങ്കിലും ഇതിനു വേണ്ടി പ്രതികരിക്കുമല്ലോ, അപ്പം നീ ഉറങ്ങാതെ ഇരിക്കുമല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പ്ലീസ് വിക്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ വിക്രമിൻ്റെ തല നല്ല നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയിങ്ങനെ ഒഴുങ്ങി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രം കുറേ നേരം ഉറങ്ങാതിരിക്കും. അങ്ങനെ നേരം വെളുക്കോളം രണ്ടുപേരും ഉറങ്ങുന്നില്ല. നേരം പുലർന്നപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദേ എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറയുന്നു. അതിനെന്താ വിക്രം, വാ നമുക്ക് പോവാലോ എന്നും പറഞ്ഞുകൊണ്ട് വേദയെ വിക്രമിനെ എഴുന്നേൽപ്പിച്ച് പതിയെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് വേദ, ഫ്രണ്ട് ഓക്കെ ആയോ എന്ന് ചോദിക്കുകയാണ്.
വേദ പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. വിക്രമിനെ ഞാൻ ഇന്നലെ ഉറക്കിയിട്ടേ ഇല്ല കേട്ടോ. ഇന്ന് നേരം വെളുക്കുവോളം വിക്രം ഉറങ്ങിയിട്ടില്ല. ആൾ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വിക്രമിൻ്റെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിക്രമിന് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വിക്രമിനോട് നേരിട്ട് ഡോക്ടർ സംസാരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് വിക്രം പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, വിക്രം നിനക്ക് ജന്മം നൽകിയത് നിൻ്റെ അമ്മയാണെങ്കിലും നിനക്ക് പുനർജന്മം നൽകിയത് ഇപ്പോൾ വേദയാണെന്ന് വിക്രമിനോട് പറയുകയാണ്. ഇത് കേട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട്. വേദയാണെങ്കിൽ ജനലിനരികെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. ഡോക്ടർ വീണ്ടും വിക്രമിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. വേദ നിങ്ങളുടെ കാലിൽ ബുള്ളറ്റ് തറച്ചു എന്നോട് പറഞ്ഞു. ഇതൊരു പോലീസ് കേസ് ആവുന്ന സംഭവമാണ്, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾ എന്തായാലും ഇതെല്ലാം ചെയ്തത്, നിങ്ങളുടെ കാലിൽ ബുള്ളറ്റ് എടുത്തതും എല്ലാം വേദയാണ്. അതുകൊണ്ട് വേദയോട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാം വിക്രമിന് മനസ്സിലാവുന്നുണ്ട്. തനിക്ക് വേണ്ടി ഒരുപാട് വേദ കഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി മുഴുവനും തനിക്ക് വേണ്ടി അവൾ ഉറക്കമൊഴിച്ചിരുന്നു. ഇതെല്ലാം ചെയ്തു എന്ന് ഡോക്ടർ പറഞ്ഞതിൽ നിന്നും അവന് മനസ്സിലാവുന്നുണ്ട്. വീണ്ടും വിക്രം വേദയെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് വേദ വന്ന് ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ പൊക്കി അങ്ങനെ എയറിൽ കയറ്റല്ലേ ശ്വേത, മതി നിർത്ത് നീ എന്ന് പറയുന്നു. അങ്ങനെ ശ്വേത പറയുന്നുണ്ട്, വേദ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ചെയ്യ്. പിന്നെ വിക്രമിന് നന്നായി ഭക്ഷണം കൊടുക്കണം.